എന്നാ പറയണ മാപ്പ? 3 വർഷം നിനക്ക് വേണ്ടി കണ്ണീരോടെ കാത്തിരുന്ന പെണ്ണാണിത്. പറയാൻ എനിക്ക് ഇയാളെ സ്നേഹിക്കാൻ കൊള്ളുകയല്ല. ഇനി എന്നും എനിക്ക് ഇയാളെ കാണണ്ട. കേട്ടാ അമ്മു പറഞ്ഞത് കേട്ടാ? അവക്ക് നിന്നെ വേണ്ടാന്ന്. അവക്ക് വേണ്ടാത്ത നിന്നെ ഇവിടെ ആയിരിക്കും വേണ്ട. ഒക്കോ എവിടെങ്കിലും പോയി രക്ഷപ്പെട്ടോ. അവന്റെ കൈ കൊണ്ട് നീ ചാകാൻ ഞാൻ സമ്മതിക്കുകയില്ല. ഇവനെ എനിക്ക് വേണം. ഒക്കോ പോടാ പോണം. ഒക്കോ മുണ്ടാണ്ട് തലതാഴ്ത്തി പോണത് കണ്ട് സന്തോഷിക്കേണ്ട കേട്ടാ. വിഷമുള്ള ഇനമാണ്, സൂക്ഷിക്കണം. അതെ, നിങ്ങൾ രണ്ടുപേരും ഇനി ഇവിടെ താമസിക്കേണ്ട കേട്ടാ. എന്റെ പുരയിലേക്ക് പോലും ഒന്നുമില്ലേലും കണ്ണും വെട്ടത്തുണ്ടാവുമല്ല. എടാ താപ്പി ഇങ്ങനെ എപ്പോഴും ഒരു കണ്ണുണ്ടാവണം കേട്ടാ. ഒക്കെ ആ നാരിയുടെ കുത്തിത്തിരിപ്പാ. ആരുടെ? ആ ചാർലിയുടെ. എട്ടപ്പാന്റെ കയ്യിൽ തഴമ്പ് വീണത് തൊയയും പങ്കായവും പിടിച്ചു തന്നെ. കൈ നിവർത്തുന്നു തന്നാ നീ താങ്ങുകയില്ല. കുറെ നാളായി കലക്ക വെള്ളത്തിൽ നിന്ന് മീൻ പിടിക്കുകയാണ്. അത് വേണ്ട, നിർത്തിക്കോ. എന്റെ കൊക്കെ പ്രാണനുണ്ടെങ്കിൽ പള്ളിപ്പെരുന്നാൾ നാടകം തട്ടേക്കായിരുന്നു. അമ്മു ആന്റോയും ഞാനും കളിക്കുകയും ചെയ്യും. നീ തടയുകയില്ല. തടയാൻ വന്നാ പിന്നെ നീ ഉണ്ടാവുകയില്ല. എത്തപ്പാനാ പറയണേ. നാടകം തട്ടേക്കയറുമായിരിക്കും, പക്ഷേ ആന്റോ തലയോടെ നാടകം കളിക്കാൻ ഉണ്ടാവുകയല്ല. ഞാൻ പറയണ ചുമ്മാ പിന്നെ അതിന്റെ തണ്ടാവുന്ന വഴത്തില്ല. പോടാ നീ കിട്ടുവാ. ആശാനോട് നേരിട്ട് കൊടുക്കാൻ ഞാനില്ല, അത് ശരിയാവില്ല. നീ എന്ന് പിന്നെ അവിടെ ചെന്ന് അടിയുണ്ടാക്കി നാണം കെട്ട അലമ്പായത്. അവരാരെങ്കിലും ഒരു കാൽപ്പായ കടലാസ് എഴുതി പോലീസ് കൊടുത്താൽ നീ മാത്രമല്ല ഞാനും തൂങ്ങണം. നാടകം കളിക്കുന്നത് എനിക്ക് ക്ഷീണമാണ്, പക്ഷേ എന്ന് കരുതി കൊല്ലിനും കൊലയ്ക്കൊന്നും ഞാനില്ല. നീ ഇവിടെ ഇങ്ങനെ നിൽക്കാണ്ട് വേഗം സ്ഥലം വിട്. എടാ, കണക്ക് തീർക്കാണ്ടേ ഒരിടത്തൊന്നും രഘു മടങ്ങിയിട്ടില്ലടാ. ഇനിയിട്ട് മടങ്ങയില്ല. ചങ്കുറപ്പില്ലാത്ത ഒരുത്തന്നെ തുണ ഈ രഘുവിന് വേണ്ട. മോളെ ഇങ്ങ് വന്നേ. നിന്നെ ഒരുത്തന്റെ കൂടെ പറഞ്ഞു വിട്ട ചുമതല കഴിഞ്ഞു എന്നാ ഞാൻ കരുതിയേ. ഇല്ല, എത്തപ്പാനിപ്പോ ഒന്നല്ല 2 മക്കള്. ഇങ്ങോട്ട് വാ. മോള് വിഷമിക്കാതെ. രക്ഷപ്പെട്ടു എന്ന് കരുതിയാ മതി. അവന്റെ കൂടെ കഴിയുന്നതിലും ഭേദം എന്നെ കുരുതിക്ക് കൊടുക്കണതാ. നീ അതങ്ങാട്ട് മറക്ക്. ഒരു ചീത്ത സ്വപ്നം കണ്ടു എന്ന് കരുതിയാ മതി. തെണ്ണം കാണും. അത് മറക്കാൻ ദൈവം കൊണ്ടെത്തുന്ന വഴിയ ഈ നാടകവും അഭിനയവും ഒക്കെ. സന്തോഷം കൊണ്ട് എന്റെ കണ്ണ് നിറയുന്നടാ. നീയ് എന്റെ ലിസമോള് എവള്. ഈശോയെ,
നിന്നോട് ഞാൻ എങ്ങനെ നന്ദി പറയും?